ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം ഏത് ദിശയിലാണ്? നോക്കാം. വിറ്റുവോ വിശ്വാസം? ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി. ഈ കേസിന്മേൽ മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കടക്കം ഹൈക്കോടതി നോട്ടീസ് നൽകി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിലാണ് നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വളരെ നിർണായകമായൊരു നീക്കം. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷന്റെ ഹർജി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി. അപ്പോൾ ഉടൻ തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കൊക്കെ ഭാരവാഹികൾക്കൊക്കെ നോട്ടീസ് അയക്കും അല്ലേ? നോട്ടീസ് അയച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രേഷ്മ വ്യക്തമാക്കുന്നത്? അശ്വതി, ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ എതിർകക്ഷികളായിട്ടുള്ള എല്ലാവർക്കും. അതിൽ പ്രധാന എതിർകക്ഷികൾ എന്ന് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ടുള്ള N വാസു ഉൾപ്പെടെയുള്ളവരാണ്. അതോടൊപ്പം തന്നെ CBI, CAG ഉൾപ്പെടെയുള്ള എതിർകക്ഷികളുണ്ട്. ഇവർക്കെല്ലാം തന്നെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നോട്ടീസ് അയച്ചുകൊണ്ട് എതിർകക്ഷികളുടെ മറുപടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തേടിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ കേസ് CBIക്ക് വിടണം. സെൻട്രൽ ഏജൻസി, കേന്ദ്ര ഏജൻസി തന്നെ ഈ കേസ് അന്വേഷിക്കണം. അതുമാത്രമല്ല, ഓഡിറ്റ് നടത്തണം. കഴിഞ്ഞ 10 വർഷത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ, അതായത് അമൂല്യ വസ്തുക്കളുടെ കണക്ക് ഉൾപ്പെടെ ഓഡിറ്റിന് വിധേയമാക്കി അത് പരസ്യപ്പെടുത്തണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. അതുമാത്രമല്ല, ഈ എത്രത്തോളമാണോ നഷ്ടം ഉണ്ടായിട്ടുള്ളത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ആ നഷ്ടങ്ങളൊക്കെ തന്നെ മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ടുള്ള N വാസു ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ആവശ്യം. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതി സമീപിച്ചത്. എന്തായാലും നിലവിൽ ഹൈക്കോടതി ഇതിൽ നോട്ടീസ് അയച്ചുകൊണ്ട് ഈ എതിർകക്ഷികളുടെ മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മറുപടി കിട്ടിയ ശേഷം മാത്രമേ വിശദമായിട്ടുള്ള ഒരു വാദത്തിലേക്ക് ഹൈക്കോടതി കടക്കുകയുള്ളൂ. മറ്റൊരു ഒരു ഹർജി കൂടി സമാനമായിട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ഒരുമിച്ച് തന്നെയായിരിക്കും ഒരു പക്ഷേ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുക. പക്ഷേ ഇതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റമുള്ളത് ഓഡിറ്റും വേണം. അതുമാത്രമല്ല, ഈ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ നിന്ന് തന്നെ ഈ നഷ്ടം ഈടാക്കേണ്ടതുണ്ട്. അത് ഹൈക്കോടതി ഇടപെടലിന്റെ നിർദ്ദേശാനുസരണവുമായിട്ട് ഈ നഷ്ടം ഈടാക്കണമെന്നുള്ളതാണ് ആവശ്യം. എന്തായാലും ആ ആവശ്യത്തിന്മേൽ വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കാമെന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് ഈ ഹർജി മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായും രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി.